അസയാന്ന് വിളിക്കുന്നു. ഇന്ന് നല്ല മഴയാണ്. രാത്രി മുഴുവനും നല്ല മഴയായിരുന്നു. അങ്ങനെ ഞാൻ അതിരാവിലെ തന്നെ എണീറ്റ് പതിവ് പോലെ എന്നിട്ട് മുകളിലേക്ക് പോയി മഴയൊക്കെ ഒന്ന് ആസ്വദിക്കണമല്ലോ. അപ്പോൾ എൻ്റെ കൂടെ റോക്കിയും എത്തി. മഴയും തണുപ്പും ഒപ്പം ഒരു ചൂട് കോഫിയും. എന്താ രസം അല്ലേ? റോക്കി റോക്കിക്ക് താഴെ വരാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ എടുത്ത് അവനെ താഴേക്ക് കൊണ്ടുപോയി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. മക്കളൊക്കെ എണീറ്റ് വന്നു അപ്പോഴേക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഒരു മോഹം, ബനാന ബർഫി ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ശർക്കര ഉരുക്കാൻ വെച്ചു. അപ്പോൾ അതിൻ്റെ പാനി കാച്ചി എടുത്തതിന് ശേഷം ഒരു ജാറെടുത്തു. ആ ജാറിലേക്ക് 2 റോബസ്റ്റ പഴം കട്ട് ചെയ്തിട്ടു. എന്നിട്ട് അതിന് നന്നായിട്ട് അടിച്ചെടുത്തു. അതിനുശേഷം പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഗീ ഒഴിച്ചു, നെയ്യ്. എന്നിട്ട് അതിലേക്ക് ഗോതമ്പ് മാവ് ഇട്ടു. എനിക്ക് ഗോതമ്പ് മാവ് അല്ല, എനിക്ക് എൻ്റെ ആട്ടയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ആട്ട പൊടി ഇട്ടു. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം അടിച്ചു വെച്ചിരുന്ന പഴം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ശർക്കര ഉരുക്കിയതും കൂടി ഒഴിച്ചു കൊടുത്തു. ശേഷം അതും നന്നായിട്ട് മിക്സ് ചെയ്തു. നല്ലപോലെ മിക്സായി വന്നു എന്ന് തോന്നിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആ നെയ്യും ബാക്കി മിക്സ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നെയ്യ് കലർത്തിയ ഒരു പാത്രത്തിലേക്ക് ഇതിനെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി വെച്ചു. വേറെ കറക്റ്റ് അളവിനൊരു പാത്രം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കേക്കൊക്കെ നമ്മൾ ഒഴിച്ച് വയ്ക്കില്ലേ, അതുപോലത്തെയൊക്കെ ട്രേ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, നല്ല ഷേപ്പിന് കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെച്ചത്. അതിന് ശേഷം തണുത്തതിന് ശേഷം കണ്ടോ അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു. അപ്പം നമ്മുടെ ബനാന ബർഫി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം നിങ്ങളും വീട്ടിലുണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ മറ്റ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം.